നമസ്കാരം. ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ഷമീൻ അഹമ്മദ്, കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജി അല്ല കേട്ടോ. അതായത് ചെന്നൈ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ഷമീൻ അഹമ്മദ്, അദ്ദേഹം നേരത്തെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു. നേരത്തെ അവിടെ തന്നെയാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ജസ്റ്റിസ് ഷമീൻ അഹമ്മദിന് കേരളവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാൽ അദ്ദേഹം കേരളത്തിൽ എത്തിയിരിക്കുന്നത് രണ്ട് വിവാദ വ്യവസായിമാരുടെ, ബിസിനസ്സുകാരുടെ സങ്കേതങ്ങളിലാണ്. അദ്ദേഹം യാത്ര ചെയ്തെല്ലാം ദുരൂഹമാണ്. അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതീവ നിഗൂഢമായ പല പദ്ധതികളും അല്ലെങ്കിൽ പ്ലാനുകളും നിഗൂഢമായ പല രഹസ്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കാരണം അദ്ദേഹം യാത്ര ചെയ്തത് ഇന്നലെ ഞാൻ പുറത്തുവിട്ടിരുന്നു. ഒരു വിവാദ വ്യവസായിയുടെ ഒരു കാറിലാണ്. വെൽഫെയർ എന്ന് പറയുന്ന KL 074545 എന്ന ആഡംബര കാറിലാണ്. ടയോട്ടയുടെ ഈ കാറ് 1,30,00,000 രൂപയൊക്കെ വിലയുണ്ട്. ഓൺ റോഡ് 1.5 കോടിയോളം രൂപ വിലയുന്ന കാറാണ്. ആ കാറിലാണ് കഴിഞ്ഞ 22-ാം തീയതി അദ്ദേഹം ഇവിടെ എറണാകുളത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്യുന്ന അവിടെ ഇറങ്ങിയ മുതൽക്ക് ഈ കാറിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ആ കാറിൽ യാത്ര ചെയ്ത് പോയ അദ്ദേഹം നേരെ പോയത് ഹയാത്ത് ഹോട്ടലിലേക്കാണ്. അതായത് ലുലുവിന്റെ, അതായത് നമ്മുടെ യൂസഫ് അലിയുടെ ഹോട്ടലാണ്, തൃശ്ശൂരിലെ ഹോട്ടൽ. അവിടെ പോയത് എന്തിനാണ്? മറ്റൊരു വിവാദ വ്യവസായിയുടെ സഹോദരന്റെ മകളുടെ കല്യാണത്തിനാണ്. അവിടെ തന്നെയാണ് അദ്ദേഹം അന്ന് താമസിച്ചത്. പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് ഈ കാറിൽ തന്നെ അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നത്. അവിടെ ഫോർട്ട് പാലസ് എന്ന് പറയുന്ന ഹോട്ടലിൽ താമസിക്കുന്നത്. ആ ഫോർട്ട് പാലസിലെയും ഹയാത്തിലെയും CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ ജസ്റ്റിസിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. അവിടെ വന്നിട്ട ശേഷം ഏറ്റവും രസകരമായ കാര്യം, തമിഴ്നാട് പോലീസിന്റെ സെക്യൂരിറ്റി അദ്ദേഹത്തിനുണ്ട്. എന്നാൽ തമിഴ്നാട് പോലീസിന്റെ 2 പേര് പോലീസിനെ ഗൺമാൻമാരെ മാത്രം നിർത്തി അദ്ദേഹം കേരള പോലീസുകാരെ മടക്കി അയക്കുകയാണ് ചെയ്തത്. സാധാരണ ഹൈക്കോടതി ജഡ്ജിമാരെ വന്നാൽ എവിടെ പോയാലും അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ ചെന്നൈ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ഷമീൻ അഹമ്മദിന്റെ സെക്യൂരിറ്റി സ്ഥാനത്തൊന്നും കേരള പോലീസിനെ മാറ്റിയിട്ടാണ് അദ്ദേഹം ഈ വിവാദ വ്യവസായിയുടെ വീട്ടിലേക്ക് പോകണം. ആരാണ് ഈ വിവാദ വ്യവസായി? ഇന്നലെ ഞാൻ ചില ഹിന്റുകൾ നൽകിയിരുന്നു. ഞങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. ഈ കാറിന്റെ ഉടമ ആരാണെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ആദ്യത്തത്. ആ കാറിന്റെ ഉടമ മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ ചാക്ക് രാധാകൃഷ്ണനാണ്. ആരാണ് ചാക്ക് രാധാകൃഷ്ണൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. മലബാർ സിമന്റിലെ ശശിധരനും 2 കുഞ്ഞുങ്ങളും അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയാണ്. അത് ആത്മഹത്യയാണെന്ന് CBI എഴുതി പിടിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ കൊലപാതകമാണ്. ഒരു കാരണവശാലും 2 കുഞ്ഞുങ്ങൾക്കും ശശിധരനും ഒരേ സമയത്ത് കെട്ടിത്തൂങ്ങി മരിക്കാൻ പറ്റില്ല എന്നിരിക്കെയാണ് അവിടെ എന്തുണ്ടായത്? ഈ കൊലപാതകം, ശരിക്കും ഒരു കൊലപാതകം ഉണ്ടായത്. ആ കൊലക്കേസിലെ യഥാർത്ഥ പ്രതിയാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന പ്രതിയാണ് ചാക്ക് രാധാകൃഷ്ണൻ. ഈ ചാക്ക് രാധാകൃഷ്ണന്റെ ആതിഥ്യമാണ് ഈ പറയുന്ന ജഡ്ജ് സ്വീകരിച്ചിരിക്കുന്നത്. രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ 2 മണിക്കൂർ 8 മുതൽ 10 മണി വരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തങ്ങി എന്ന് പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടന്നിരിക്കുന്നു. ഏതോ ദുരൂഹമായ കച്ചവടം നടന്നിരിക്കുന്നു. എന്താണ് ജസ്റ്റിസ് ഷമീൻ അഹമ്മദിന് ചാക്ക് രാധാകൃഷ്ണനിൽ കേരളത്തിൽ നിന്ന് ചാക്ക് രാധാകൃഷ്ണനുമായി ഡീൽ ഉണ്ടാവാനുള്ള രഹസ്യ സംഭാഷണം നടത്താനുള്ള കാര്യം? ഒന്നുകിൽ ഷമീൻ അഹമ്മദിനുള്ള കള്ളപ്പണ നിക്ഷേപം ഈ ചാക്ക് രാധാകൃഷ്ണനെ ഏൽപ്പിക്കാൻ പറ്റും. ചാക്ക് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ കള്ളപ്പണ നിക്ഷേപത്തിന് ആളായിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൈവശം കള്ളപ്പണം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആരോപണ വിധേയനായ ഏത് മന്ത്രിസഭ വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവരെല്ലാം ഭരിക്കാൻ കൈകൈവെക്കാൻ കഴിവുള്ള, അസാധാരണ കഴിവുള്ള ആളാണ് ചാക്ക് രാധാകൃഷ്ണൻ. ഇദ്ദേഹം എന്നെ സമീപിച്ചത് ലാവ്ലിൻ കേസിൽ പിണറായി വിജയന്റെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണ്. കേസ് അട്ടിമറിക്കാൻ വേണ്ടി വന്നെങ്കിലും 2006 ഞാൻ അതിന് വഴങ്ങിയില്ല. മാത്രമല്ല ഞാൻ ശക്തമായ രൂപത്തിൽ CBI അന്വേഷണം കൊണ്ടുവരികയും പിണറായി വിജയൻ പിന്നീട് പ്രതിയാവുകയും ചെയ്തു. ചാക്ക് രാധാകൃഷ്ണനല്ല, അതിലപ്പുറത്തെ ആര് വന്നാലും, പിണറായി വിജയനെ നേരിട്ട് വന്നാലും ഞാൻ ആ കാര്യത്തിൽ പിന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ ഓഫീസ് ആക്രമിച്ച് നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുകയും എന്റെ ഓഫീസിലെ 2 ജീവനക്കാർ അതിന്റെ പേരിൽ ഷോക്ക് പറ്റി, അത് പെട്ടെന്നുണ്ടായ അറ്റാക്കിൽ ഉണ്ടായ മർദ്ദനവും അതേ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും മരിക്കേണ്ടി വന്നു. അപ്പോൾ
ഞാൻ പിണറായി വിജയനെ ക്ഷമിക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ പോലും എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരാണ് ഈ വിവരങ്ങളെല്ലാം, ലാവ്ലിൻ കേസിലെ വിവരങ്ങളെല്ലാം എനിക്ക് തന്നത് എന്ന് പറയണമെന്നാണ്. എന്നാൽ ഞാൻ പറഞ്ഞു അത് ഞാൻ പറയില്ല എന്നാണ് അദ്ദേഹത്തോടെ പറഞ്ഞത്. അദ്ദേഹത്തിന് ആപ്പാടെ വേണ്ടത് ഏത് CPM കാരനാണത് ചോർത്തി തന്നതെന്നാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാനൊരു ക്രൈമിന്റെ ചീഫ് എഡിറ്ററാണ്. മാത്രം എന്റെ പിതാവ് മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI മുമ്പത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹം മരിക്കുന്നവരെ അതേ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് മരിച്ചത്. EMSന്റെ AKGD കൂടെയായിരുന്നു അവസാനം വരെ. അദ്ദേഹം പാർട്ടി വളർത്തിയെടുക്കാൻ വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ആളാണ്. EMSനെയൊക്കെ ഒളിവിൽ കൊണ്ടുപോയ ആളാണ്. അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോര തന്നെയാണ് എന്നിലും ഓടുന്നത് എന്ന് ഓർക്കണം. ഇനി ഞാൻ പിണറായി വിജയനോട് മറുപടി പറയുകയുണ്ടായി. എന്നാൽ പിണറായി വിജയൻ അതൊന്നും, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് എന്റെ ഓഫീസ് കത്തിച്ചതിന് മാപ്പ് പറയണം, 2 നഷ്ടപരിഹാരം തരണമെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അതിനൊന്നും വാങ്ങാതെ എന്നെ ഗുണ്ടായിസം കൊടുത്തിവിടെ കീഴടക്കാൻ പോയപ്പോൾ എന്നെ കൊല്ലാനൊക്കെയുള്ള കൊട്ടേഷൻ ഒക്കെ കൊടുത്തതോട് കൂടിയിട്ടാണ് ഞാൻ പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്നതും പിന്നീട് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊണ്ടുവന്നതെല്ലാം. ഇത് ചരിത്രമാണ്, നമുക്ക് എല്ലാവരും കേരളത്തിലെ ചരിത്രമാണ്. ഇപ്പോഴൊരു ജഡ്ജ് നമ്മളെ മുന്നിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. എനിക്ക് ഈ വിവരങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഇന്റലിജൻസ് നിന്നാണ് ഈ വിവരങ്ങളെല്ലാം കിട്ടുന്നത്. ആ ഇന്റലിജൻസ്, കേരളത്തിലെ ഇന്റലിജൻസ് നിന്ന് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണ് ഈ ആരാണ് ജഡ്ജ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ആ ജഡ്ജ് ജസ്റ്റിസ് ഷമീൻ അഹമ്മദ് ആണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു. പിന്നീട് വിവാദ വ്യവസായികൾ, 2 വിവാദ വ്യവസായികളുടെ വീട്ടിലാണ് പോയിരിക്കുന്നത്. അവരുടെ ബിസിനസ് കാര്യം കല്യാണത്തിലാണ് പങ്കെടുത്തിരിക്കുന്നത്. അവരുടെ വീട്ടിലാണ് പോയിരിക്കുന്നത്. അവരുടെ ചില സ്കൂളിൽ പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. അപ്പൊ ഒരു വിവാദ വ്യവസായി എന്ന് പറയുന്നത് ചാക്ക് രാധാകൃഷ്ണനാണ്. നമുക്കറിയാം ചാക്ക് രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ദേശാഭിമാനി സ്ഥലം വാങ്ങിയ ആളാണ്. അതിലൂടെ കോടികൾ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത് CPM ആണ്. ഒരു പിണറായി വിജയന്റെ ആശീർവാദത്തോട് കൂടിയിട്ടാണ് അവിടെ ബിസിനസ് നടത്തിയത്. അതിന്റെ കമ്മീഷൻ 2 കോടി രൂപ ആര് കൈപ്പറ്റി എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. EP ജയരാജൻ കൈപ്പറ്റി എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി അടക്കം കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു ഈ നമ്മുടെ ചാക്ക് രാധാകൃഷ്ണൻ. അപ്പൊ ആ ചാക്ക് രാധാകൃഷ്ണന്റെ ഗസ്റ്റായിട്ട് ഈ വീട്ടിൽ പോയപ്പോൾ അവർ ചർച്ച നടത്തിയത് എന്താണ്? അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഷമീൻ അഹമ്മദ് എന്ന് പറയുന്ന ജഡ്ജിക്ക് കള്ളപ്പണം ഉണ്ടായിരുന്നോ? ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കള്ളപ്പണം സൂക്ഷിക്കുന്ന ഒരാള്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആര്? ചാക്ക് രാധാകൃഷ്ണൻ എന്നുള്ള ആരോപണം. ഇതേപോലെ ഷമീൻ അഹമ്മദും അതേപോലെ ചാക്ക് രാധാകൃഷ്ണനായിട്ട് എന്താണ് ബന്ധം? ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിസ് ഷമീൻ അഹമ്മദിന്റെ ജഡ്ജ് സ്ഥാനം തെറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നു. നമ്മളെ മുന്നിൽ ജഡ്ജ് എന്ന് പറഞ്ഞ ആരാണ്? നിഷ്പക്ഷനായ നീതി ദേവതയുടെ മുന്നിൽ 2 പക്ഷത്തും തുല്യമായി ചിന്തിക്കുന്ന, തെറ്റും ശരികളും മനസ്സിലാക്കി വിധി പറയുന്ന മഹാനായ വ്യക്തിത്വമാണ്. ആ ജുഡീഷ്യറിയെയാണ് നമ്മളെല്ലാം ബഹുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ജുഡീഷ്യറിയാണ് എന്നെ രക്ഷിച്ചിട്ടുള്ളത്. എന്നെ കള്ളക്കേസുകൾ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ജുഡീഷ്യറി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ കാണില്ലായിരുന്നു. ആ ജുഡീഷ്യറിയുടെ എന്നും ബഹുമാനവും അതേപോലെ ജുഡീഷ്യറിയുടെ 100% വിശ്വാസവുമാണ് എനിക്കുള്ളത്. എന്നാൽ ജുഡീഷ്യറിയിൽ ചില പുഴുക്കത്തുകൾ ഉണ്ടെന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേ ഇവിടെ ജസ്റ്റിസ് ഷമീൻ അഹമ്മദ് ഹൈക്കോടതി ചെന്നൈയിലെ ജഡ്ജാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, വിവാദ നായകനായി മാറിയിരിക്കുന്നു. അദ്ദേഹം വിവാദ നായകനായത് വിവാദ നായകന്മാരായ കേരളത്തിലെ 2 ബിസിനസ്സുകാരുടെ വീടുകളിൽ പോയതും രഹസ്യ സന്ദർശനം നടത്തിയതും അതും കേരള പോലീസ് ഇല്ലാതെ പോയതും അതേപോലെ അവർ മണിക്കൂറുകളോളം അടച്ചിട്ട മുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയതും അവരുടെ ഗസ്റ്റായിട്ട് അവരുടെ ഹോട്ടലിൽ താമസിക്കുകയും അവരുടെ കാറുകളിൽ സഞ്ചരിക്കുകയും അതായത് വെൽഫയർ എന്ന് പറയുന്ന കാറ് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തതോടെ എത്തിയിട്ടാണ് ഇത്രയും വിവാദം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിവാദം കെട്ടടങ്ങുന്നില്ല. നമുക്ക് നാളെ അടുത്ത വ്യവസായി ആരാണ്, ആ വിവാദ വ്യവസായി ആരാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തിനാണ്, അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ മകളുടെ കല്യാണത്തിന് എന്തിനാണ് ജസ്റ്റിസ് വന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. സാധാരണ ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നതോ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതോ തെറ്റായിട്ടുള്ള കാര്യമല്ല ജഡ്ജിമാർക്ക്. പക്ഷെ അവരുടെ രഹസ്യ സംഭാഷണം നടത്തുക, വിവാദമുള്ള ബിസിനസ്സുകാരുടെ വീടുകളിൽ പോവുക, അവരുടെ ആതിഥ്യം സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ ഭവിഷ്യത്ത് തന്നെയാണ് എന്നുള്ളത് സംശയം പറയാൻ പറ്റും. ഒരു ജഡ്ജിയും അങ്ങനെ പോകാൻ പാടില്ല. അവർ നിഷ്പക്ഷരായിരിക്കുന്നിടത്തോളം കാലം വിവാദങ്ങളിലുള്ള സ്ഥലങ്ങളിൽ ഒന്നും പോകാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ മാസം 22-ാം തീയതി 23-ാം തീയതി ഇവിടെ കേരളത്തിലെത്തുകയും ഇവിടെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇത്തരം 2 ഈ വിവാദ വ്യവസായികളുടെ കൂടെ
രഹസ്യമായി അദ്ദേഹം പോവുകയും ചർച്ച ചെയ്യുകയും അവിടെ ആതിഥേയം സ്വീകരിക്കുകയോ ചെയ്തത് എന്നുള്ളതാണ് സത്യം. നമുക്ക് നാളെ ഇതിന്റെ അടുത്ത ഭാഗം കാണാം. ആരാണ് അടുത്ത വിവാദ വ്യവസായി? നമുക്ക് നാളെ വിശദമായി പറയാം. നന്ദി, നമസ്കാരം.